അതെ, ഇന്ന് നമ്മൾ നാടുകാണി ചുരത്തെ കുറിച്ചാട്ടോ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്തു വന്ന ആളുകളോട് നമുക്ക് ഈ റോഡിനെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചു നോക്കാട്ടോ. നിങ്ങൾക്ക് ഈ റോഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മറ്റേ കേരളത്തിന്റെ അവിടെ വരെ കുഴപ്പമില്ല. തമിഴ്നാട് ആ ബോർഡർ വരെ ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. കുറെ കാലമായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഡെയിലി പോണതാ, മീൻസ് വീക്കെൻഡിലൊക്കെ പോകുന്നതാണ്. ഇങ്ങനെ പൊളിഞ്ഞടക്കണോണ്ട് തന്നെ ഇവിടെ ബ്ലോക്ക് അധികമാണ്, ഇഷ്ടം പോലെ ബ്ലോക്ക്. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇപ്പോൾ ഈവനിങ് ഒരു നൈറ്റൊക്കെ ആവുന്ന ടൈമിൽ ഭൂരിഭാഗം ടൈമിലും ബ്ലോക്കാണ്. പിന്നെ ലോറികൾ ഇന്നലെ മിനിഞ്ഞാന്നങ്ങാണ്ട് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റോഡിന്റെ പ്രശ്നം കൊണ്ടാണ് അതൊക്കെ. ഇത് കണ്ടോ നിങ്ങള്? ഈ യാത്രക്കാരൻ പറഞ്ഞത് ശരിയല്ലേ? ഇത്ര വലിയ കുഴിയാണ് ഒരു റോട്ടിലുള്ളത്. എങ്ങനെ ഇതിലൂടെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ കഴിയുക? റോഡ് കുളമായി കിടക്കുന്നത് ഇവിടെ മാത്രല്ല കേട്ടോ, ഇതിന്റെ താഴെ ഇതിലേറെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ഈ റോഡിനെ കുറിച്ച് നമുക്ക് ഈ യാത്രക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ എന്താ? ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മൾ രാത്രി കാലങ്ങളിലാണ് യാത്ര എന്നുണ്ടെങ്കിൽ എതിർദിശയിൽ നിന്നൊരു വണ്ടി വരികയാണെങ്കിൽ നമുക്ക് കണ്ണ് കാണില്ല. അങ്ങനെ ആകുമ്പോൾ വലിയ വലിയ കട്ടറാണ് ഈ റോഡിലുള്ളത്. അതിലേക്ക് ബൈക്കുകളാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് വീണ് അപകടങ്ങൾ സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ അധികൃതർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരുപാട് മരണങ്ങൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു റോഡായിട്ടാണ് ഇപ്പോൾ ഈ നാടുകാണി റോഡുള്ളത്. ഇതുപോലെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുമുണ്ട്. വഴി മൊത്തം തകർന്ന് കിടക്കുകയാണ്. വണ്ടികളൊക്കെ മറിഞ്ഞു പോകുന്നുള്ള അവസ്ഥയിലാണ്. 2 ദിവസം മുന്നേ ഒരു ലോറി മറിഞ്ഞു. ഒരു ലോറി 2 ദിവസം മുന്നേ മറിഞ്ഞു. അത് കുഴി ചാടി മറിഞ്ഞ വളരെ ഡേഞ്ചർ അവസ്ഥയാണ് ഈ റോഡ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഇതിൽ വേറൊരാൾ പറഞ്ഞത് അവർക്ക് തോന്നുമ്പോൾ അവർ ചെയ്യും, അതുവരെ നമ്മൾ കാത്തു നിൽക്കാന്ന് കേട്ടോ അവർ പറഞ്ഞത്. ഈ റോഡൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഈ റോഡിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഈ റോഡിനെ കുറിച്ച് പല ആളുകൾക്കും മോശപ്പെട്ട അഭിപ്രായം തന്നെ പറയാനുള്ളത്, പോലൊന്നും നേരിട്ട് പറയണില്ല. ഈ റോഡിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് കുറേ ആൾക്കാരോട് ചോദിച്ചേക്ക് അവർക്കൊക്കെ മോശപ്പെട്ട അഭിപ്രായം തന്നെ, ആർക്കും പറയാൻ കൂടി താല്പര്യമില്ല. ഈ റോഡിനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ റോഡൊക്കെ ഒന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് നന്നാക്കി തരും. ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടാണ്. രോഗികൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഇതിലൂടെ അല്ലേ പോണത്. പല യാത്രക്കാരും പല അസുഖക്കാരൊക്കെ ഈ റൂട്ടിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡ് നമുക്ക് എത്രയും പെട്ടെന്നൊന്ന് നന്നാക്കി തരും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യും കേട്ടോ.